ഞാൻ ഈ ഒരു നല്ലൊരു ഹോട്ട് ടോപ്പിക് ആയതുകൊണ്ട് എനിക്കിപ്പോ ഇവിടെ നമുക്ക് ഈ ഡൗറി എന്ന കോൺസെപ്റ്റിന് ആരാർക്കാണ് ഒരു സപ്പോർട്ട് ഉള്ളത്? ഡു യു തിങ്ക് അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? എല്ലാരും എല്ലാ അമ്മമാരും. എൻ്റെ മകളുടെ കല്യാണമാണെങ്കിൽ ഒരിക്കലും ഞാൻ ഡൗറി സപ്പോർട്ട് ചെയ്യില്ല. ഡൗറി കൊടുത്ത് ഒരു കല്യാണം ഞാൻ കഴിപ്പിക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ കണ്ണൂരിൽ ഇങ്ങനത്തെ ഒരു സമ്പ്രദായമേ ഇല്ല. അപ്പം ഇവൾക്ക് ഒരു കല്യാണം വന്നാൽ ഒരു കല്യാണ പ്രായമായാൽ അവരെ ചോയ്സിലൊരു ചെക്കനെ കണ്ടുപിടിച്ച് അവളെ തന്നെ എന്താ പറയുക ഒരു ആപ്റ്റ് പേഴ്സൺ ആണെങ്കിൽ ഷി ക്യാൻ ഗോ. ഞാൻ ഒരിക്കലും ഒരു ദൗരി കൊടുത്ത് ഈ ഒരു പയ്യനെ കല്യാണം കഴിക്കുന്നത് ഫോഴ്സ് ചെയ്യില്ല. എത്രയോ പൊസിഷൻ ആണെങ്കിലും, എത്ര വലിയ പൊസിഷൻ ആണെങ്കിലും, എത്രയോ അല്ലെങ്കിൽ നല്ലൊരു ജോബ് ആണെങ്കിലും ഡൗറി കൊടുത്തിട്ട് ഞങ്ങൾ സെയിൽ ആൻഡ് പർച്ചേസ് അല്ല അണ്ടർടേക്ക് ചെയ്യുന്നത്. ഒരിക്കലും സെയിൽ പർച്ചേസ് അല്ല. കുട്ടീനെ ഞാൻ വളർത്തിയത് എൻ്റെ മോളെ സെയിൽ ചെയ്യാൻ അല്ലെങ്കിൽ ഒരാളെ വിൽക്കാനല്ല. സോ ഇവൾക്ക് എപ്പോഴാണോ ഒരു ആളെ ഇഷ്ടപ്പെടുന്നത് അവൾക്ക് കല്യാണം കഴിക്കാം. പക്ഷെ ഡൗറി ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ഒരു നല്ല പയ്യന് കിട്ടിയാൽ that's good. ഇവിടെ ഷിഞ്ചു ഡൗറി ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഡൗറി എന്ന് പണ്ട് കാലത്ത് വന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് കുട്ടികൾക്ക്, അതായത് പെൺകുട്ടികളുടെ ആവശ്യത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. അത് വേറൊരു കൺസെപ്റ്റ് ആയല്ലോ. പക്ഷെ അതൊരു ഡിമാൻഡിങ് ആയിട്ട് വന്നപ്പോഴാണ് ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരിക്കലും ഡിമാൻഡ് ചെയ്തിട്ട് ഇത്ര വേണം എന്നാലേ നിങ്ങളുടെ മകളെ തരൂ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനോട് ഞാൻ ഒരിക്കലും ഇത് ചെയ്യത്തില്ല. മോൾ അങ്ങനെ ഒരു ഇതിന് പോകത്തുമില്ല. അമ്പിളി ചേച്ചിക്ക് ഒരു മോനും ഉണ്ട് കേട്ടോ ശ്വേതാജി. ഒരു മോനും ഒരു മോളും ആണുള്ളത്. എന്താണ് അപ്പൊ പ്ലാനിങ്? സ്ത്രീധനമല്ല കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഇഷ്ടമുള്ളത് ഒരെണ്ണം, എന്തെങ്കിലും സ്വർണമായാലും പണമായാലും അതൊരു ഡിമാൻഡ് വെച്ചിട്ടല്ല, നമ്മുടെ സമ്പാദ്യത്തിൽ നമ്മൾ കൊടുക്കുന്ന അത്രേ ഉള്ളൂ. സ്ത്രീധനം എന്ന് പറയുന്ന സമ്പ്രദായം തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ നോർത്ത് കേരളയിൽ അത്ര ഇല്ല. തിരുവനന്തപുരം ഭാഗത്തോട്ടാണ് കൂടുതലുള്ളത്. അത് എനിക്ക് തോന്നുന്നു പണ്ട് കാലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് ജോലി ഇല്ലായിരുന്നു. അപ്പോൾ അവര് കല്യാണം കഴിച്ചു പോകുന്ന വീട്ടിൽ അറ്റ്ലീസ്റ്റ് താമസിക്കാനും ഫുഡിനും കൊണ്ടുപോക്കാണല്ലോ. ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോക്കാവുമ്പോൾ കുറച്ച് എന്തെങ്കിലും ഒക്കെ അവർക്ക് സാമ്പത്തികമായിട്ട് അവർക്കൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ പോകുമ്പോൾ സ്വന്തം കാലിൽ നിൽക്കാമെന്ന് അച്ഛനും അമ്മയും വിചാരിച്ച് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നവർ, വസ്തുവകകളൊക്കെ ഉണ്ടായിരുന്നവർ കൊടുത്തു തുടങ്ങി. അത് കണ്ട് ഇല്ലാത്തവർ അത് കണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. സ്വന്തം റാഷൻ നമ്മൾ തന്നെ കൊണ്ടുപോകണം. അല്ല, അതിന് കാരണം അവർക്ക് ജോലിയില്ല, വരുമാനം ഇല്ലാത്തത് കൊണ്ട് ഹസ്ബൻഡ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് പിന്നെ ഒരു ബേർഡൻ അല്ലേ, ഹസ്ബൻഡിന്റെ തലയിൽ ഏൽപ്പിക്കുന്ന ഒരു ബേർഡൻ ആയിരിക്കില്ലേ. നീ ഏതെങ്കിലും ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് ജീവിപ്പിക്കുക. അപ്പൊ കുറച്ച് കാശ് ഇവർ കൊണ്ടുപോയി തുടങ്ങി. അത് പിന്നെ അതൊരു ഷോ ഓഫ് ആയി. നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡ് വന്നപ്പോൾ ഇല്ലാത്തവർ കടം വാങ്ങിച്ചും എൻ്റെ മോൾക്ക് എത്രമാത്രം കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ഷോ ഓഫിലേക്ക് എത്തി. ഇവിടെ നമ്മുടെ സൈഡിൽ, ഗേൾസിന്റെ സൈഡിൽ തന്നെ വീട്ടിൽ വന്ന് പെണ്ണ് കാണാൻ വരുമ്പോൾ തിരുവനന്തപുരം ഭാഗത്ത് ഗേളിന്റെ സൈഡിൽ നിന്ന് അങ്ങോട്ട് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ? അതായത് പല ഭാഷയിലാ ചോദിക്കുക. ഡിമാൻഡ് ഒന്നും ആയിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു ചോദ്യം ഗേൾസിന്റെ സൈഡിൽ നിന്ന് അങ്ങോട്ടും ഉണ്ട്. അപ്പൊ അത് തന്നെയും എനിക്ക് തോന്നുന്നു നമ്മൾ നിർത്തണം. അങ്ങനെ ഒരു ഇൻസ്പയറിങ് ഒരു തോട്ട് തന്നെ വേണ്ട. പയ്യൻ പഠിച്ചു വലുതാകുമ്പോൾ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന പയ്യനായിരിക്കുമ്പോൾ തന്നെ, കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അമ്മമാര് പറയുന്നത് എനിക്കൊരു മോനാണ്, അവൻ കൊണ്ടുവന്നോളും എന്നൊക്കെ ഉള്ള ഒരു ധാരണ നമ്മൾ മാറ്റി. നിത്യ പറഞ്ഞ സമയത്ത് തന്നെ ഒരു അമ്മയാണ് മോനോട് പറയാ, അതെ ഇവന് കൊണ്ടുവരൂലോ. അതാണ് അവിടെ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യണം. അവിടെ ആക്ച്വലി ഒരു സ്ത്രീ തന്നെയാണ് വേറൊരു സ്ത്രീന്റെ ജീവിതം നശിപ്പിക്കുന്നത്, അറിയോ അറിയാതെ. അപ്പോൾ അവിടെ അത് ഒരു പ്രാവശ്യം നമ്മൾ പറയില്ലേ, എൻ്റെ അച്ഛൻ പറയാറുണ്ടായിരുന്നു, ഒരു കുടുംബത്തിൽ കയറി ചെല്ലുമ്പോൾ ഒരു സ്ത്രീ എൻ്റെ ഒരു എന്താ പറയുക ഒരു ആവഭാവം കണ്ടാൽ തന്നെ നമുക്കറിയാം ആ വീട്ടിൻ്റെ ഐശ്വര്യം എങ്ങനെയാണ്, അല്ലാതെ അവിടുത്തെ എന്താണ് പോസിറ്റീവ് അല്ല നെഗറ്റീവ്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ സ്ത്രീധനം വാങ്ങുവോ ഇല്ലയോ കൊടുക്കുവോ എന്നൊക്കെ. ഞാനിങ്ങനെ ആലോചിക്കാം, എൻ്റെ അമ്മായിയമ്മ അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല, പാവം. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ എന്തെങ്കിലും നടക്കുവോ, ഡ്രാമ എന്തെങ്കിലും നടക്കുവോ. പക്ഷേ ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്. ഇപ്പൊ എല്ലാരും വർക്ക് ചെയ്യണ ഒരു ഇപ്പോഴത്തെ വരാൻ പോണ ഈ കുട്ടികളെല്ലാരും വർക്ക് ചെയ്യാൻ പോകണം. അപ്പൊ ഈ സ്ത്രീധനം അവർക്ക് കല്യാണം കഴിക്കാൻ സമയം ഉണ്ടാവുമോ എന്നൊക്കെ എനിക്ക് ഡൗട്ട്. മാധവ് എങ്ങനെയാണ്? മാധവ് സ്ത്രീധനം ചോദിക്കോ കല്യാണം കഴിക്കുമ്പോ? ഇല്ല. വൈ? Because my mother taught me to respect girls. Whoa!
അല്ല പിന്നെ അതാണ്. മാധവ് അപ്പൊ മാധവിന്റെ കല്യാണം നമ്മൾ അടിച്ചു വെരി പൊളിക്കുന്നു. ഗുഡ്. അതെ മാധവ്, എന്റെ വക ടു യുവർ മദർ എ ബിഗ് സല്യൂട്ട്. ലവ് ആൻഡ് റെസ്പെക്ട് ടു യുവർ മദർ. ഓക്കെ. യെസ്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരുപാട് നല്ല കുറച്ച് ഡിസ്കഷൻസ് നമ്മൾ നടത്തി. അത് കുറച്ചു പേർക്കെങ്കിലും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങൾ അവർക്ക് ഇൻസ്പയർ ആവും. സ്പെഷ്യലി ഇപ്പൊ മാധവ് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരുപാട് അമ്മമാരുണ്ടാവട്ടെ ആൺകുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കാൻ എന്ന് പിന്നെ കുറച്ച് പോസിറ്റീവ് സ്റ്റോറീസ് കൊണ്ടുവരണം പ്ലീസ്. നോക്കൂ മാധവന്റെ അമ്മ എന്ത് നല്ല കാര്യ പറഞ്ഞു അത് കാണിക്കൂ.